കൊല്ലം പിറവന്തൂർ കുരിയോട്ടുമലയിലെ വനവാസി യുവതിയുടെ മരണത്തിൽ ഭർത്താവിനായി പോലീസ് അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യങ്കാവ് സ്വദേശിനിയായ അനിലയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിലയുടെ ഭർത്താവ് വിപിൻ ഒളിവിലാണ്. കുരിയോട്ടുമല വനവാസി കോളനിയിലെ അനില ഭവനിലാണ് 24 വയസ്സുള്ള അനിലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിലയുടെ ഭർത്താവ് ഇടമൺ സ്വദേശി വിപിൻ ഒളിവിലാണ്. പ്രണയിച്ചു വിവാഹിതരായ ഇരുവരും 1 വർഷം മുൻപാണ് കുരിയോട്ടുമലയിലേക്ക് താമസം മാറിയത്. വിപിൻ എല്ലാ ദിവസവും മദ്യപിച്ചെത്തി അനിലയെ മർദ്ദിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. കരയുന്നുണ്ട്. ഞാൻ ഓടി വന്ന് ഈ അടുക്കളയുടെ അവിടെ വന്ന് ഈ കതവ് തുറക്കാൻ എനിക്ക് അറിയാം. ഞാൻ ആ കതവ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് കുഞ്ഞ് അവളെ കാലി പിടിച്ചോണ്ടിരുന്ന് കരയുന്നു. ഞാൻ ഓടി വന്ന് എൻ്റെ കുഞ്ഞിനെ എടുക്കും. ഞാൻ അവളെ ഒന്ന് തൊട്ടിന് അവളെ കയറി പിടിച്ചിന്. മക്കളെ നീ ചെയ്തല്ലെന്ന് പറഞ്ഞ് അവളെ കയറി പിടിച്ചു. കുടുംബ പ്രശ്നം പരിഹരിക്കാൻ അനിലയുടെ വീട്ടുകാർ ചർച്ച നടത്തിയ ശേഷവും വിപിൻ മർദ്ദിച്ചിരുന്നതായി അയൽവാസികൾ പറയുന്നു. അനിലയുടെ ശരീരത്തിൽ മുറിവുകളുടെ പാടുകളുണ്ട്. 9 മാസം പ്രായമുള്ള ഇവരുടെ കുട്ടിക്കും ആരോഗ്യ പ്രശ്നം കണ്ടതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംശയമുണ്ടെന്ന് പറഞ്ഞ് സംശയം തന്നെ. ചേച്ചി അത് എത്തത്തില്ലെന്ന് പറയാൻ കാരണം എന്തുവാ? എത്തത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കസാരയിട്ട് കയറി കുഞ്ഞിൻ്റെ തൊട്ടിലിടാൻ വേണ്ടി ഞാൻ കയറിയിട്ട് എത്തിയില്ല. കമ്പ് വെച്ച് കുത്തി അതിൻ്റെ മേളിൽ കയറ് വെച്ച് ഇട്ടാലേ അത് ഇടാനൊക്കത്തുള്ളൂ. അതായത് 2 കമ്പ് വേണം. ഒരു കമ്പ് വെച്ച് കുത്തിയിട്ട് ഒരു കമ്പ് വെച്ച് വലിച്ചെടുക്കണം. അങ്ങനെ എടുത്താലേ അതിനകത്ത് കയറിടാനൊക്കത്തുള്ളൂ. ഇങ്ങനെ ഈ കുഞ്ഞിവിടെ തൂങ്ങി നിൽക്കുന്നത് ആയിട്ട് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം നോക്കിയപ്പോൾ ഭർത്താവിനെ ഇവിടെ കാണാനില്ല. അപ്പോൾ എല്ലാവർക്കും സംശയം ഭർത്താവ് ചെയ്തിട്ട് പോകാനാ സാധ്യതയെന്നാണ് കുടുംബക്കാരെല്ലാം പറയുന്നത്. അനിലയുടെ മരണം കൊലപാതകമാണെന്നാണ് വീട്ടുകാരുടെ ആരോപണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഒളിവിലുള്ള വിപിനെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം.